കൺസ്ട്രക്ഷൻ കാർഡ് ഇത്ര പ്രായമായി നിങ്ങൾക്ക്? പ്രായം ആയെങ്കിലും ഞാൻ ഇപ്പോഴൊരു വിദ്യാർത്ഥി, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എന്തിന്? നീ എന്ന് പഠിത്തം നിർത്തുന്നു അന്ന് പണിക്ക് പോകണം എന്റെ അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് പണിക്ക് പോകാൻ മര്യാദ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. നാട്ടിലെ കുട്ടികൾക്ക് പോഷകക്കുറവ് ഉണ്ടാവാതിരിക്കാൻ ഓരോ വീടിലും ഓരോ ആടിനെ വെച്ച് ഞാൻ കൊടുത്തില്ലേ? അമ്മ വലിയ കാര്യമായി പോയി. ഒരാടിനെ തന്നെന്ന് പറഞ്ഞ എന്താവാനാ? ബാക്കിയുള്ള ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലായില്ല. നിങ്ങൾ ആദ്യം തന്ന ആടിനെ നമ്മൾ അന്നെ കറി വെച്ച് തിന്നല്ലോ. ബാക്കി ദിവസം പോഷകത്തിന് നമ്മൾ എന്ത് ചെയ്യും? എന്താ പറയാനുള്ളത്? സാർ എനിക്ക് ഒന്നും കിട്ടിയില്ല സാർ. ഒന്നും കിട്ടിയില്ല സാർ. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല സാർ. സാർ എനിക്ക് എന്തെങ്കിലും കിട്ടണം സാർ. കിട്ടിയേ പറ്റൂ സാർ. എന്നെ ഒരു മോനെ പോലെ കാണണം. എന്തിനാ തല്ലിയേ? അച്ഛനാകുമ്പോ മക്കൾ എന്തെല്ലാം തെറ്റിയാ ശിക്ഷിക്കും. ഇതിപ്പോ എന്തിനാ നീ എന്നെ തല്ലിയേ? ഞാൻ എന്റെ അച്ഛനെ തിരിച്ചു ചെല്ലാറുണ്ട്. നാലാമത്തെ കാമുകി ഒരു ദിവസം മടി തലവെച്ച് ഉറങ്ങുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവളുടെ അടുത്ത് എലി. ഈ ഉറക്കം അനക്കാതെ തന്നെ ഞാൻ എലിയെ പിടിച്ച് ഞെക്കിക്കൊന്നു. അവൾ എഴുന്നേറ്റപ്പോൾ തന്നെ 5000 രൂപയുടെ പെറ്റാംസനെ ഞാൻ ഞെക്കിക്കൊന്നു. ഞാൻ തല്ലി പുറത്താക്കി. പണ്ട് ഈ കാറിൽ ഞാനൊന്ന് കയറാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ എന്നെ തല്ലി കീറിയത് ഓർക്കുന്നുണ്ടോ? അത് കാറി കയറിയതല്ലോ തല്ലി കീറിയതാ. പിന്നെന്തായിരുന്നു? കാറി കയറി തൂറി വെച്ചിട്ടല്ലേ? എത്ര കാശ് വേണം തരാം, എനിക്കതൊരു വിഷയമേ അല്ല. ഇതൊന്ന് ഊരിത്തരണം പ്ലീസ്. ഞാൻ LLB പഠിച്ച നിനക്ക് ഉടുപ്പ് ഊരിത്തരാല്ല. സാനിറ്റൈസർ ശുചിത്വമാണ് നമ്മുടെ മിന്നമാർ മാതൃകയാണ്. എനിക്ക് ലഭിച്ച 68 കോടിയും എന്റെ മണ്ഡലത്തിന് വേണ്ടി ഞാൻ നന്നായി വിനിയോഗിച്ചിട്ടുണ്ട്. ജി വിശദീകരിക്കാനാണ് പറഞ്ഞത്, വശീകരിക്കാനല്ല. 1850. എന്റെ പൊന്നു സുഹൃത്തെ, റൂമിന്റെ ബില്ല് ഞാൻ വെക്കേറ്റ് ചെയ്യുമ്പോ കൊടുത്തോളാം. താനിപ്പോ ഫുഡിന്റെ ബില്ല് പറ. സാർ ഫുഡിന്റെ ബില്ലാണത്. റൂമിന്റെ ബില്ല് 10000 രൂപ. അത്രേ ഉള്ളൂ. നോക്കാൻ എനിക്കറിയാം. ചേട്ടൻ വെറുതെ ഞാൻ അന്തസ്സായിട്ട് ഞാൻ പോറ്റി വളർത്തിക്കോളാം. ഏതമ്പലത്തിലെ പോറ്റിയാണ് വളർത്തിയത്? എത്ര വയസ്സുണ്ട്? 86. ഈ തമാശക്ക് 86 വയസ്സ് പ്രായമുണ്ട്. ഈ ഒച്ചിനെ കാണുമ്പോഴേ ഭയങ്കര സങ്കടമാ. അയ്യോ, ഇയാൾക്ക് എത്ര സങ്കടം? ഈ ഒച്ചക്ക് എവിടെ വരെ പോണെങ്കിൽ എന്തോരം താമസമാ. അയ്യാക്ക് അത്ര സങ്കടമാണെങ്കിൽ ഒച്ചിന്റെ കുണ്ടിയിൽ രമേശയുടെ എഞ്ചും വെച്ചു കൊടുക്കും. അതാകുമ്പോ ഒച്ച ടക്കിന് അങ്ങ് പൊക്കോളും. കല്യാണം പറയാണ്ടിരിക്കുക. സഹോദര കല്യാണം മുടങ്ങിയിരിക്കല്ലേ? അച്ഛൻ സുഖമല്ലേ? സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതാണ് ആൾക്കാർ ബംഗാളിയുടെ കടയിൽ പോയിരുന്നു പെട്ടെന്ന്. അവരാകുമ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. ഓസോൺ പാളിയിൽ വിള്ളൽ വീണതാ. ഓസോൺ പാളി എന്ന് വെച്ചാൽ സൂര്യന്റെ താഴെ ഒരു തടം നിൽക്കുന്ന ഒരു പാളിയുണ്ട്. ആ പാളിയിൽ ഓട്ട വീഴുമ്പോഴാണ് ചൂട്. എത്ര ഓട്ട? ഒരു ഓട്ട വീണേന് സൂര്യൻ ഇത്ര അഹങ്കാരം പാടില്ല. എന്നെ താങ്ങി നിർത്തുന്ന എന്റെ നിക്കറിൽ 3 ഓട്ടം ഉണ്ട്. ഞാൻ ആരെങ്കിലും ചൂടാവണം? അതിന്റെ ആവശ്യമുണ്ടാ? ഓടിച്ചെന്ന് അവരുടെ 4 ഇടി കൊടുത്താൽ മാല പിടിച്ചു വാങ്ങിയിട്ടല്ലേ തിരിച്ചു വന്നേ? ഓട്ടിച്ച മാല തിരിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമില്ലേ? അതല്ല കാര്യം. പക്ഷെ ഞാൻ കൊടുത്തില്ല, അത് തെറ്റാന്നാ പോലീസുകാർ പറയുന്നത്. നിങ്ങളുടെ മോൻ കാണുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട്. ഈ ചില ചന്തയിലൊക്കെ ചകിരിയോട് കൂടിയ തേങ്ങ വിൽക്കാൻ വെച്ചേക്കും. എന്റെ അച്ഛനോട് അമ്മയുടെ ഭാവി ഓർത്തിട്ട്. കാരണം അച്ഛനാണ് മാട്രിമോണി നോക്കിയിട്ട് ഈ കല്യാണമൊക്കെ ആലോചിച്ചോണ്ടിരുന്നത്. മാട്രിമോണി സൈറ്റിൽ നോക്കിയിട്ട് ചെറുക്കന്മാരുടെ അമ്മമാരെ വിളിച്ച് സംസാരിച്ച് എന്റെ അച്ഛൻ ഇപ്പൊ അതിൽ ഭയങ്കര വൈബിംഗ് ആണ്. കിട്ടിയില്ല. പിന്നെ ഞാൻ മൈലണ്ട് വാങ്ങിച്ചു കൊടുത്തു. താടി വളർന്നു. പക്ഷെ രാജുവിന് പുറത്തിറങ്ങാൻ പറ്റില്ല. മാനത്ത് മഴ കണ്ട രാജുവിന്റെ താടി ഇങ്ങനെ മൈലണ്ട പോലെ നാട്. ഇപ്പൊ നാട്ടിൽ മൈലി രാജു ഒന്നില്ല. അങ്ങനെയാണ്. പക്ഷെ ഞാൻ വേറെ ഉണ്ടോ കേൾക്കുന്നത്? ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോ? എന്നാടാ അത്? സമൂസ കോല കുത്തിക്കൊണ്ടാക്കണോ? പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എത്തിയല്ലോ. എന്റെ മോള് ആ കുഴപ്പമില്ല. ഒരു 1500 ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ മോളെ ഓപ്പറേഷൻ ഞാനാണ് ചെയ്തത്. ടെൻഷൻ വേണ്ട. ഡോക്ടറെ മുഖത്തുണ്ട് ഒരുപാട്. അത് രാവിലെ ഒന്ന് ഷേവ് ചെയ്താ. ആരും പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കാടിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോ ആർക്കായാലും ഇരിക്കാൻ തോന്നും. ആ സൈക്കോട്ട് എടുത്ത് കോരി കളഞ്ഞു. ചെടിയെ. അയ്യോ, ചെടി
പേറാവാം. പേറാവാം. നമുക്കാണെങ്കിൽ പേറാം. പേരെന്ന് പറഞ്ഞാൽ പെണ്ണും ആണും തമ്മിലാണ് പേരാവുന്നത്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും പേര് നടക്കും. പോയി മാവിയല്ലേ.